അജയൻ്റെയും കുഞ്ഞിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഇടുക്കി യാത്ര. അപ്പോൾ ഇടുക്കിയിലേക്ക് പോകുമ്പോൾ നമ്മൾ പുറത്തൊന്നും ഫുഡൊന്നും കഴിക്കേണ്ട, വീട്ടിൽ നിന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊതിച്ചോറ് പാക്ക് ചെയ്തിട്ട് തന്നെ തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങളൊന്ന് മസനഗുഡി വഴി ഇടുക്കിക്ക് പോയിട്ട് വരാം. ഞങ്ങൾ ചുമ്മാ ഒരു ട്രിപ്പ് അടിക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വണ്ടിയിൽ പോകണ വഴിക്ക്. ഓക്കെ കമോ. അപ്പോൾ ഇതേ കുഞ്ഞു കയറി. നമ്മുടെ ഇടുക്കി യാത്ര അതിമനോഹരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കും. നമുക്ക് എന്തായാലും ഫ്രൂട്ട്സ് മേടിക്കണം അല്ലേ? അപ്പം കുറച്ച് ഫ്രൂട്ട്സ് എന്ത് ചെയ്യും? ഓക്കെ, അപ്പോൾ പോകുന്ന വഴി നമുക്ക് മേടിക്കാം. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ തുടങ്ങിയിട്ടില്ല. എവിടേക്കാ പോണേ? എല്ലാം സെറ്റല്ലേ? സെറ്റല്ലേ സച്ചി? അപ്പൊ ഗായ്സ്, നമ്മളിപ്പോ നമ്മളുടെ എന്താ പറയുക തുരങ്കപാതയായ കുതിരാനിലേക്ക് എത്തി. അപ്പൊ ഗായ്സ്, നമ്മളങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ എനിക്ക് മതിയായി ഡ്രൈവ് ചെയ്ത് ഞാൻ ടയേർഡായി. ഇല്ല, അപ്പൊ കുറച്ചു നേരം അജി ഓട്ടിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഷിഫ്റ്റ് ചെയ്ത് ഞാനിങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കുഞ്ഞതേ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോ ഇനി നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 2 hours കൂടിയാണ് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് അല്ലേ? 2 hours 36 minutes. ഓൾമോസ്റ്റ് ഞങ്ങൾ 2:30 to 2:45 ആകുമ്പോഴേക്കൊക്കെ ഞങ്ങൾ അവിടെ റീച്ച് ആവും. നമ്മളുടെ കോട്ടേജിൽ, അതായത് പീക്കാവിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. സോ പീക്കാവ് കോട്ടേജിൽ നമ്മള് കാരണം അതിന്റെ റിവ്യൂസും പിക്ചേഴ്സ് ഒക്കെ കണ്ടപ്പോ എന്താ ഭയങ്കര രസമായിരുന്നു കാണാൻ. നല്ല രസമുണ്ടായിരുന്നു, കുറെ വ്യൂസും കാര്യങ്ങളും അവിടെയൊക്കെ. അപ്പൊ അതാണ് ഞങ്ങൾ കണ്ട പിക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. ഞാൻ അവിടെ എത്തിയിട്ട് എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പൊ മേ ബി എക്സ്പെക്ടേഷൻസ് വിയസ് റിയാലിറ്റി ഒക്കെ ഇടേണ്ടി വരുമോന്നും അറിയില്ല അവിടെ കണ്ടു കഴിഞ്ഞിട്ട്. ഞങ്ങൾ എന്തായാലും പോയി നോക്കട്ടെ അല്ലേ ജി? ട്രിപ്പൊക്കെ അടിച്ചു പൊളിക്കാം. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോകുന്ന വഴി കാണാം. വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളുടെ പെരിയാർ ഡാമാണ്. അതായത് പെരിയാർ ഡാമിൻ്റെ ലോവർ ഹൈഡ്രോ പവർ സ്റ്റേഷൻ ഇവിടെയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ, കാരണം കുറേ നേരമായിട്ട് ഇരുന്നിട്ട് ഇത് ഫുള്ള് ബെൻഡായിട്ടുള്ള റോഡാണ്. അപ്പോൾ മൊത്തം തലയൊക്കെ വേദനിച്ചിട്ട് പണിച്ചു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നിർത്തിയതാണ്. അവിടെ കുഞ്ഞിന് വയ്യാന്നൊക്കെ പറയുന്നത് അല്ല കുഞ്ഞാ? അജിബിനത് ഇവിടെ 3 കൊടുത്ത് നടക്കേണ്ടത് തെക്കത്തെ മാർക്ക്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു ഐസ്ക്രീം വണ്ടി കണ്ടപ്പോൾ ജസ്റ്റ് നിന്നാണ് അല്ലേ കുഞ്ഞാ? എൻ്റെ ചോക്ലേറ്റ് കോർണറ്റ്, ഞാൻ ചോക്ലേറ്റ് കോർണറ്റ് മേടിച്ചു. അജി ഒരു ചോക്കോ ബാർ മേടിച്ചു. കുഞ്ഞൊരു ബട്ടർ സ്കോച്ചിൻ്റെ. എന്താ പറയാനുള്ളത് പറ. എനിക്ക് തീരെ വയ്യ. നന്നായിട്ട് ഇവിടെ വേണ്ട ഈ വീഡിയോ. പെരിയാർ ലോവർ ഹൈഡ്രോ പവർ സ്റ്റേഷനാണ്. വെൽക്കം ടു അടിമാലി. അപ്പോൾ ഗൈസ്, നമ്മളുടെ കോട്ടേജിലേക്ക് എത്താൻ ഇനി വെറും 8 കിലോമീറ്റേഴ്സ്. സോ ഇപ്പോൾ നമ്മൾ പൊതിച്ചോറ് ഓപ്പൺ ചെയ്യാണ്. രാവിലെ കുറച്ച് ലേറ്റായി കഴിക്കാൻ. നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ട് എത്താൻ കുറച്ച് ലേറ്റായി. സോ അതുകൊണ്ട് നല്ല വിശപ്പുള്ളതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിലത്തെ വ്യൂസും കാര്യങ്ങളും റിസോർട്ടിൻ്റെ വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നൈറ്റ് എന്തായാലും കാണിക്കാം. അപ്പോൾ ഞങ്ങൾ ആദ്യം റൂമിൽ കയറി ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. കാരണം നല്ല ലേറ്റായി, നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണെന്നറിയില്ല, എല്ലാത്തിനും നല്ല ടേസ്റ്റ്.
അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ ഉറപ്പായിട്ടും വരണം. സത്യമായിട്ട് ഇത്ര നേരം ഞാൻ തീരെ വയ്യ. ഒന്നാമത് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ എന്തൊക്കെയോ കഴിച്ച് കഴിച്ചിട്ടൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അടിപൊളിയായിട്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും വളരെ മനോഹരമായിട്ട്. അതൊരു വില്ലയാണ്, ഇതൊരു വില്ല. ഇതാണ് ഇപ്പോൾ നമ്മളുടെ കോട്ടേജ്. നമ്മൾ എടുത്തിരിക്കുന്ന ഇതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്നിട്ട് സ്നാക്സൊക്കെ കഴിക്കും. നല്ല തണുപ്പൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു റൂം, അപ്പുറത്തെ റൂം. ഇതാണ് എൻ്റെ റൂം, ഇത് ഏട്ടൻ്റെയും ചേച്ചിൻ്റെയും റൂം. ചിലപ്പോൾ അവരിങ്ങനെ കഴിക്കുകയാണ് ഗായ്സ്. സ്നാക്സൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു, അപ്പോൾ അത് കഴിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയൊരു അതിഥിയുണ്ട് ഇവിടെ. അപ്പോൾ അവനും കുറച്ച് കൊടുത്തപ്പോൾ പുള്ളിക്കാരനും ഇരുന്ന് കഴിക്കുന്നുണ്ട്. സോ എന്തായാലും അടിപൊളിയാട്ടോ. ഞാനപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ മോർണിംഗ് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ എത്താനും ലേറ്റൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഇരുട്ടായിപ്പോയി. എനിവേ നൈസാണ്. സോ നമ്മൾക്ക് വേണ്ട ഫുഡെല്ലാം ഇവർ തന്നെ അറേഞ്ച് ചെയ്യും കേട്ടോ. നമ്മൾ ചൂസ് ചെയ്തത് പൊറോട്ടയും മെഗാറിയും ചില്ലി ചിക്കനാണ്. അപ്പോൾ ഇവർ മെനു തരും. അപ്പോൾ നമ്മൾ പറഞ്ഞനുസരിച്ച് അവർ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യും. അതുപോലെ നമ്മൾ വരുന്ന സമയത്ത് ടയേർഡും ലേറ്റും ആയതുകൊണ്ട് പീക്കാവ് കോട്ടേജിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതെടുക്കുന്നത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നൈറ്റ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് കിഡ് വൈബായിരുന്നു കേട്ടോ. കാരണം നല്ല തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട്. അതുപോലെ പൂൾ സൈഡ് ആണെങ്കിൽ ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊരു പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഓൾറെഡി കുറേ ലേറ്റ് ആയിട്ടാണ് ഞാൻ ഇത് ഇടുന്നത് കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കഫേ പോലെ. കാരണം ഇവിടെയുള്ള എല്ലാ കോട്ടേജസും നമുക്ക് അവിടെ പോയിട്ടാണ് ഫുഡ് കഴിക്കാവുന്നതാണ്. എല്ലാം അവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോസ് കാര്യങ്ങളെല്ലാം പാർട്ട് 2-ലായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ ബൈ.